ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. ലൈഫ് ഈസ് PSC കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടി വിഷയാടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ക്ലാസ്സുകളുടെ പാർട്ട് 13 ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ മുൻപത്തെ എപ്പിസോഡുകളിൽ നമ്മൾ രാഷ്ട്രപതിയെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തിരുന്നു. ഈ എപ്പിസോഡിൽ ഇന്ത്യൻ രാഷ്ട്രപതിമാരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. രാഷ്ട്രപതിയെക്കുറിച്ചുള്ള ക്ലാസ്സിൻ്റെ പാർട്ട് 1ഉം 2ഉം മുകളിലെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. കൂടാതെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലൈഫ് ഈസ് PSC കോച്ചിങ് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് വഴി ചാനലിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളുടെ PDF നോട്ട് അവിടുന്ന് ലഭിക്കുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യൻ രാഷ്ട്രപതിമാർ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 1950 മുതൽ 1962 വരെയാണ് ഇദ്ദേഹം രാഷ്ട്രപതിയായിരുന്നത്. 1884 ഡിസംബർ 3 ബീഹാറിലെ സിരാദായി ഗ്രാമത്തിലാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ജനിച്ചത്. ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി, തുടർച്ചയായി കൂടുതൽ കാലം രാഷ്ട്രപതിയായിരുന്ന വ്യക്തി, 2 പ്രാവശ്യം രാഷ്ട്രപതിയായ ഏക വ്യക്തിയും ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ബീഹാർ ഗാന്ധി എന്നാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യ ഡിവൈഡഡ്, ചമ്പാരൻ സത്യാഗ്രഹം എന്നിവ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ പ്രധാന കൃതികളാണ്. കേരള നിയമസഭയിൽ ചിത്രം അനാച്ഛാദനം ചെയ്യപ്പെട്ട ആദ്യ രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 1962 ഇദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദായിരുന്നു. 1946 നെഹ്റു രൂപീകരിച്ച ഇടക്കാല മന്ത്രിസഭയിൽ ഇദ്ദേഹം കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു. അടുത്തത് ഡോക്ടർ S രാധാകൃഷ്ണനാണ്, ഇന്ത്യയുടെ 2ാമത്തെ രാഷ്ട്രപതി. 1962 മുതൽ 1967 വരെയാണ് ഇദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നത്. 1888 സെപ്റ്റംബർ 5 തമിഴ്നാട്ടിലെ തിരുത്തണിയിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് സർവേപ്പള്ളി രാധാകൃഷ്ണൻ എന്നായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഇന്ത്യയുടെ 2ാമത്തെ രാഷ്ട്രപതി, ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി, 2 തവണ ഉപരാഷ്ട്രപതിയായ ആദ്യ വ്യക്തി എല്ലാം S രാധാകൃഷ്ണനാണ്. ദക്ഷിണേന്ത്യക്കാരനായ ആദ്യ രാഷ്ട്രപതിയും ഇദ്ദേഹമാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആദ്യ രാഷ്ട്രപതി S രാധാകൃഷ്ണനാണ്. 1962 ഇന്ത്യ ചൈന വാറിനോട് അനുബന്ധിച്ചാണ് ഇദ്ദേഹം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. 1954 ഇദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചു. തത്വചിന്തകനായ രാഷ്ട്രപതി എന്നും രാജ്യസഭയുടെ പിതാവ് എന്നും ഇദ്ദേഹം അറിയപ്പെട്ടു. ഇന്ത്യൻ ഫിലോസഫി, പ്രിൻസിപ്പിൾ ഓഫ് ഉപനിഷത്ത് എന്നിവ ഡോക്ടർ S രാധാകൃഷ്ണൻ്റെ പ്രശസ്തമായ കൃതികളാണ്. ഇന്ത്യയുടെ 3ാമത്തെ രാഷ്ട്രപതി ഡോക്ടർ സക്കീർ ഹുസൈനാണ്. 1967 മുതൽ 1969 വരെയാണ് ഇദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നത്. ഇന്ത്യയുടെ ആദ്യ മുസ്ലിം രാഷ്ട്രപതി, പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ രാഷ്ട്രപതി, ഏറ്റവും കുറച്ചു കാലം രാഷ്ട്രപതിയായിരുന്ന വ്യക്തി എല്ലാം ഡോക്ടർ സക്കീർ ഹുസൈനാണ്. വിദ്യാഭ്യാസ തത്വചിന്തകനായ രാഷ്ട്രപതി എന്ന് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ഇവിടെ തെറ്റിപ്പോകാൻ പാടില്ല. തത്വചിന്തകനായ രാഷ്ട്രപതി ഡോക്ടർ S രാധാകൃഷ്ണനാണ്. ഇത് വിദ്യാഭ്യാസ തത്വചിന്തകനായ രാഷ്ട്രപതിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ. പ്ലേറ്റോയുടെ റിപ്പബ്ലിക് എന്ന കൃതി ഉറുദു ഭാഷയിലേക്ക് തർജിമ ചെയ്തത് ഡോക്ടർ സക്കീർ ഹുസൈനാണ്. 4ാമത്തെ ഇന്ത്യൻ രാഷ്ട്രപതി VV ഗിരിയാണ്. 1969 മുതൽ 1974 വരെയാണ് ഇദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതിയായി ഇരുന്നത്. ഇന്ത്യയുടെ ആദ്യ ആക്ടിംഗ് പ്രസിഡന്റ് VV ഗിരിയായിരുന്നു. കേരള ഗവർണറായ ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തിയാണ് VV ഗിരി. കേരള ഗവർണറായ ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തിയാണ് VV ഗിരി.
ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഇന്ത്യൻ രാഷ്ട്രപതി വി ഗിരിയാണ്. ചന്ദ്രനിലേക്കുള്ള ലോഹ ഫലകത്തിൽ ഇന്ത്യക്ക് വേണ്ടി സന്ദേശം എഴുതിയ ഇന്ത്യൻ രാഷ്ട്രപതി വി ഗിരിയാണ്. അഞ്ചാമത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. 1974 മുതൽ 1977 വരെയാണ് ഇദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്നത്. 1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇദ്ദേഹമാണ്. ഇന്ത്യ ആര്യഭട്ട വിക്ഷേപിച്ചപ്പോഴും ഇദ്ദേഹമായിരുന്നു രാഷ്ട്രപതി. ഏറ്റവും കൂടുതൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ച ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. ആറാമത്തെ ഇന്ത്യൻ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡിയാണ്. 1977 മുതൽ 1982 വരെയാണ് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം. ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡിയാണ്. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക രാഷ്ട്രപതിയാണ് നീലം സഞ്ജീവ റെഡ്ഡി. ഏഴാമത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ഗ്യാനി സെയിൽ സിംഗ് ആണ്. 1982 മുതൽ 1987 വരെയാണ് ഗ്യാനി സെയിൽ സിംഗിൻ്റെ കാലഘട്ടം. ഈ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇന്ത്യയുടെ ആദ്യ സിഖുകാരനായ രാഷ്ട്രപതി ഗ്യാനി സെയിൽ സിംഗ് ആണ്. 1984 ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്നപ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതിയും ഇദ്ദേഹമായിരുന്നു. പോക്കറ്റ് വീറ്റോ എന്ന അധികാരം ആദ്യമായി ഉപയോഗിച്ച രാഷ്ട്രപതി ഗ്യാനി സെയിൽ സിംഗ് ആണ്. ഇദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലം ഏകതാ സ്ഥൽ എന്നാണ് അറിയപ്പെടുന്നത്. എട്ടാമത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ആർ വെങ്കിട്ടരാമനാണ്. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1987 മുതൽ 1992 വരെയാണ്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ മലയാളി വി ആർ കൃഷ്ണയ്യരെ പരാജയപ്പെടുത്തിയാണ് ഇദ്ദേഹം രാഷ്ട്രപതിയായത്. ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതിയാണ് മൈ പ്രസിഡൻഷ്യൽ ഇയേഴ്സ്. ഒമ്പതാമത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ശങ്കർ ദയാൽ ശർമ്മയാണ്. 1992 മുതൽ 1997 വരെയാണ് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം. ഇദ്ദേഹം മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്നു. 4 പ്രധാനമന്ത്രിമാർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത രാഷ്ട്രപതിയാണ് ശങ്കർ ദയാൽ ശർമ്മ. അടുത്തത് കെ ആർ നാരായണനാണ്. 1997 മുതൽ 2002 വരെയാണ് കെ ആർ നാരായണൻ ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്നത്. ഇന്ത്യൻ രാഷ്ട്രപതിയാകുന്ന 10ാമത്തെ വ്യക്തിയാണ് കെ ആർ നാരായണൻ. കൊച്ചേരി രാമൻ നാരായണൻ എന്നതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര്. 1920 ഒക്ടോബർ 27 കോട്ടയം ജില്ലയിലെ ഉഴവൂരിൽ കൊച്ചേരിൽ രാമൻ വൈദ്യരുടെയും പാപ്പിയമ്മയുടെയും പുത്രനായിട്ടാണ് നാരായണൻ ജനിച്ചത്. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി സ്ഥാനത്തെത്തുന്ന ആദ്യ മലയാളിയാണ് കെ ആർ നാരായണൻ. ആദ്യ ദളിത് രാഷ്ട്രപതി കൂടിയാണ് ഇദ്ദേഹം. കാർഗിൽ യുദ്ധ സമയത്തും സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വാർഷിക സമയത്തും ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്നത് കെ ആർ നാരായണനാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ഏക രാഷ്ട്രപതി കെ ആർ നാരായണനാണ്. ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഷ്ട്രപതി കൂടിയാണ് കെ ആർ നാരായണൻ. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ രാഷ്ട്രപതി കെ ആർ നാരായണനാണ്. 1999 കേരള നിയമസഭ പുതിയ മന്ദിരവും നെടുമ്പാശ്ശേരി വിമാനത്താവളവും ഉദ്ഘാടനം ചെയ്തത് കെ ആർ നാരായണനാണ്. 1984, 1988, 1991 നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്തു നിന്നും പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് കോട്ടയം ജില്ലയിലെ തെക്കുംതലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ കെ ആർ നാരായണൻ ഭാരതത്തിൻ്റെ സൂര്യതേജസ്സാണ്. ഇദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലം ഉദയഭൂമിയാണ്. ഇത് ന്യൂഡൽഹിയിലാണ്. അടുത്തത് ഇന്ത്യയുടെ 12ാമത്തെ രാഷ്ട്രപതിയും 11ാമത്തെ വ്യക്തിയുമായ APJ അബ്ദുൽ കലാമിനെ കുറിച്ചാണ്. ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ രാഷ്ട്രപതിയായിരുന്നു APJ അബ്ദുൽ കലാം. 2002 മുതൽ 2007 വരെയാണ് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം. ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് അബുൾ പക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം എന്നായിരുന്നു.
1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജൈനുലാബ്ദിൻ്റെയും ആഷിയുമ്മയുടെയും പുത്രനായിട്ടാണ് അബ്ദുൽ കലാം ജനിച്ചത്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ മിസൈൽ പദ്ധതികളുടെ പിതാവ്, പീപ്പിൾസ് പ്രസിഡന്റ്, മേജർ ജനറൽ പൃഥ്വിരാജ് എന്നീ പേരുകളിൽ ഇദ്ദേഹം അറിയപ്പെട്ടു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ രാഷ്ട്രപതി, അന്തർവാഹിനി, യുദ്ധവിമാനം എന്നിവയിൽ സഞ്ചരിച്ച ആദ്യ രാഷ്ട്രപതി, ഹൂവർ പുരസ്കാരം ലഭിച്ച ഏക ഇന്ത്യൻ രാഷ്ട്രപതി, അവിവാഹിതനായ ഏക രാഷ്ട്രപതി, രാഷ്ട്രപതിയായ ഏക ശാസ്ത്രജ്ഞൻ, സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച ഏക ഇന്ത്യൻ രാഷ്ട്രപതി, 1 രൂപ മാത്രം ശമ്പളം കൈപ്പറ്റിയിരുന്ന രാഷ്ട്രപതി, കേരളത്തിന് 10 കർമ്മപരിപാടി സംഭാവന ചെയ്ത രാഷ്ട്രപതി, ഇങ്ങനെയൊക്കെ അറിയപ്പെട്ടിരുന്നത് APJ അബ്ദുൽ കലാമാണ്. 1997 ഇദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചു. APJ അബ്ദുൽ കലാം ആരംഭിച്ച ഈ ന്യൂസ് പേപ്പറാണ് ബില്യൺ ബീറ്റ്സ്. ഇദ്ദേഹത്തിനെതിരെ മത്സരിച്ച മലയാളി വനിതയാണ് ലക്ഷ്മി സൈഗാൾ. ലോക വിദ്യാർത്ഥി ദിനമായി UN ആചരിക്കുന്നത് APJ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനമായ ഒക്ടോബർ 15 ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ അഗ്നിച്ചിറകുകളാണ്, വിങ്സ് ഓഫ് ഫയർ. അബ്ദുൽ കലാമിൻ്റെ കവിതാ സമാഹാരം എനുതായ പ്രയാണയാണ്. എനുതായ പ്രയാണയുടെ ഇംഗ്ലീഷ് പരിഭാഷയാണ് മൈ ജേർണി. അബ്ദുൽ കലാമിൻ്റെ ജീവിതം പാഠ്യവിഷയമാക്കിയ സംസ്ഥാനം മധ്യപ്രദേശാണ്. ഇദ്ദേഹത്തിൻ്റെ പേരിൽ യൂത്ത് അവാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം തമിഴ്നാടാണ്. ഇദ്ദേഹത്തിൻ്റെ സന്ദർശ സ്മരണാർത്ഥം മെയ് 26 ശാസ്ത്രദിനമായി ആചരിക്കുന്ന രാജ്യം സ്വിറ്റ്സർലൻഡാണ്. APJ സ്മാരകം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് രാമേശ്വരത്താണ്. വിഷൻ 2020, ഇന്ത്യ 2020, എ വിഷൻ ഫോർ ദി ന്യൂ മിലേനിയം എന്നിവ ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. 2015 ജൂലൈ 27 ഷില്ലോങ്ങിൽ വെച്ചാണ് ഇദ്ദേഹം അന്തരിച്ചത്. ഇദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലം പേയ്ക്കറമ്പാണ്. ഈ പേയ്ക്കറമ്പ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ്. ഇന്ത്യയുടെ 13ാമത്തെ രാഷ്ട്രപതിയും ഇന്ത്യൻ രാഷ്ട്രപതിയാകുന്ന 12ാമത്തെ വ്യക്തിയുമായിരുന്നു പ്രതിഭാ പാട്ടീൽ. 2007 മുതൽ 2012 വരെയാണ് പ്രതിഭാ പാട്ടീൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നത്. ഇന്ത്യയുടെ ആദ്യ വനിതാ രാഷ്ട്രപതിയായിരുന്നു പ്രതിഭാ പാട്ടീൽ. പ്രതിഭാ പാട്ടീൽ രാജസ്ഥാനിൽ ഗവർണറായിരുന്നു. സുഖോയി വിമാനത്തിൽ പറന്ന ആദ്യ വനിതാ രാഷ്ട്രപതിയാണ് പ്രതിഭാ പാട്ടീൽ. ഇന്ത്യൻ രാഷ്ട്രപതിയാകുന്ന 13ാമത്തെ വ്യക്തിയാണ് പ്രണബ് മുഖർജി. 2012 മുതൽ 2017 വരെയാണ് പ്രണബ് മുഖർജി ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ദ ടാബുലൻ്റ് ഇയേഴ്സ് 1980-96, ദ ഡ്രമാറ്റിക് ഡിക്കേഴ്സ്, ഇന്ദിരാഗാന്ധി ഇയേഴ്സ് എന്നിവയായിരുന്നു. ഇന്ത്യയുടെ 15ാമത്തെ രാഷ്ട്രപതിയും ഇന്ത്യൻ രാഷ്ട്രപതിയാകുന്ന 14ാമത്തെ വ്യക്തിയും രാംനാഥ് കോവിന്ദാണ്. നിലവിലെ ഇന്ത്യൻ രാഷ്ട്രപതി ആരെന്ന് ചോദിച്ചാലും അതും രാംനാഥ് കോവിന്ദ് തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം 2017 മുതലാണ്. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം അവസാനിക്കുന്ന 5 വർഷമാണ് കാലാവധി. അപ്പോൾ അത് പൂർത്തിയാകാത്ത സ്ഥിതിക്ക് നമുക്ക് ആ അവസാനത്തെ ഇയർ ഇവിടെ എഴുതാൻ സാധിക്കുന്നില്ല. ഉത്തർപ്രദേശിലെ കാൺപൂരിലാണ് രാംനാഥ് കോവിന്ദ് ജനിച്ചത്. ദളിതനായ ഇന്ത്യയുടെ 2ാമത്തെ രാഷ്ട്രപതിയാണ് രാംനാഥ് കോവിന്ദ്. ദളിതനായ ആദ്യ രാഷ്ട്രപതി നമ്മൾ നേരത്തെ പറഞ്ഞു KR നാരായണനാണ്. ഇന്ത്യയുടെ 15ാമത്തെ രാഷ്ട്രപതിയാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയാകുന്ന 14ാമത്തെ വ്യക്തിയാണ് രാംനാഥ് കോവിന്ദ്. ഇദ്ദേഹം ബീഹാറിൽ ഗവർണറായിരുന്നു. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടി വിഷയാടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ക്ലാസ്സുകളിൽ ഇന്ത്യൻ രാഷ്ട്രപതി എന്ന ഭാഗം ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ ക്ലാസ്സുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.